പ്രചാരണ ദിനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അഴിമതി ആരോപണത്തിന് പഴി കേട്ടത് BJP ആയിരുന്നു. തൃശൂർ ജില്ലയിലെ മണലൂരിലും പാലക്കാട്ടും. BJP നേതാവും നടനുമായ ദേവന്റെ നേതൃത്വത്തിൽ മണലൂരിൽ കിറ്റ് വിതരണം നടത്തി എന്നായി UDF ആരോപണം. ഈ സാധാരണക്കാരുടെ മനസ്സിൽ കയറി പറ്റണമെങ്കിൽ നമ്മൾ കളി വേറെ കളിക്കണം. ഓരോ കുടുംബത്തിലോട്ടും ഒരു 10 കിലോ അരി. ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ വിലക്കി വാങ്ങാൻ വേണ്ടി BJPയും RSSും സംഘപരിവാറും കൂടി പ്ലാൻ ചെയ്ത ഒന്നാണ് ഇപ്പോൾ ആളുകൾ കിറ്റ് വിതരണം. മണലൂർ നിയോജകമണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് പൂർണ്ണമായും ചുക്കാൻ പിടിക്കുന്ന ഒരാൾ ഇതിനുള്ളിലുണ്ട്. അദ്ദേഹം കൂടി നിന്നിട്ടാണ് ഈ കിറ്റ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, 1 രൂപയ്ക്ക് 1 കിലോ അരി എന്ന നോട്ടീസ് കിട്ടി ഒരു നിമിഷം തികയുന്നതിന് മുമ്പ് ഒരു കൊടുങ്കാറ്റ് പോലെ ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും നന്ദി. ഇവിടെ വന്ന് ഇറങ്ങി ഞാൻ അകത്ത് പോയി 10 മിനിറ്റ് ആയിട്ടുള്ളൂ. 10 മിനിറ്റ് ഞാൻ ചായ കയ്യിലെടുത്തപ്പോഴാണ് താഴെ ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഭയങ്കരം ഒരു കമോഷൻ ഇൻ ദി സെൻസ് ഭയങ്കര മുദ്രാവാക്യം വിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ജനലവയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ TN പ്രതാപൻ അദ്ദേഹത്തിൻ്റെ കുറേ അനുയായികളുമായിട്ട് ഇവിടെ നിന്നിട്ട് ഈ പിടിച്ച് വലിച്ച് അങ്ങനെ നിങ്ങൾ ദേവനോട് വന്നത് കിറ്റ് വിതരണം ചെയ്യാനായി 4 വാഹനം കൊണ്ടുവന്ന് പുറത്തിട്ടിരിക്കുന്ന സാധനം കൊണ്ടുപോകാൻ വേണ്ടി അരി വിതരണം നടക്കട്ടെ. 1 രൂപയ്ക്ക് 1 കിലോ അരി. കടന്നു വരൂ. ഒരുപാട് സിനിമകളിൽ രാഷ്ട്രീയ നേതാവായി തിളങ്ങിയിട്ടുള്ള നടൻ ദേവനോട് തന്നെ ചോദിക്കാം, സ്ഥലത്തുണ്ടായിരുന്നല്ലോ, ശരിക്കും എന്താ പറ്റിയത്? എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല സാറേ. കയ്യിലിരുന്ന പാർലമെന്റ് സീറ്റ് K മുരളീധരനു വേണ്ടി ഒഴിഞ്ഞു കൊടുത്തതാണ്. അത് സുരേഷ് ഗോപി കൊണ്ടുപോയി. നിയമസഭയിലേക്ക് പ്രതാപൻ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോഴാണ് കിറ്റും കൊണ്ട് BJPക്കാരുടെ വരവ്. TN പ്രതാപൻ പ്രതിഷേധിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് 10 മിനിറ്റിനകത്താണ് ഇവരിവിടെ വന്നത്. എങ്ങനെ വന്നു? അതിൻ്റെ അർത്ഥം ഇവരെ പ്ലാൻ ചെയ്ത് എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. പ്രിയമുള്ളവരെ, വോട്ട് പിടിക്കാൻ വേണ്ടി സൗജന്യമായിട്ട് ഞാൻ ഒന്നും നൽകുന്നില്ല. എന്റെ ആഹ്വാനമനുസരിച്ച് അവിനാഷ് കുമ്പ്രച്ചോട്ടിലാണ് ഈ അരി വിപണനം നടത്തുന്നത്. കിറ്റ് വാങ്ങിയതിനോ ആവശ്യപ്പെട്ടതിനോ CCTVയിൽ തെളിവില്ലാത്തതിനാൽ നിലവിൽ കേസെടുക്കില്ല. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ട് കാര്യമില്ല. പോലീസ് അല്ല, പട്ടാളല്ല, അതിനപ്പുറത്ത് അമീർ ഷായുടെ എല്ലാ ഫോഴ്സ് വന്നാലും ഇത് ഇവിടെ നടക്കില്ല. ഈ പരിപ്പൂടെ വേവില്ല. TN പ്രതാപനെ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി. ഞാൻ മുഖ്യമന്ത്രി അളിയനാണ്, എന്നൊന്നും ചെയ്യരുത്. അളിയനടുത്ത് പറഞ്ഞ് നിൽക്കൊക്കെ പ്രമോഷൻ പോലീസ് കേസെടുക്കാത്ത വിഷയത്തിൽ പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചത് സ്ഥലം MPയുടെ വെല്ലുവിളിയാണ്. സുരേഷ് ഗോപിയും ദേവനും സിനിമയിൽ മാത്രമല്ല തൃശ്ശൂരിലെ രാഷ്ട്രീയത്തിലും താരങ്ങളാവുകയാണ്. അതിൽ സത്യമില്ലാത്തതുകൊണ്ട്, അതിൽ ഫ്രോഡ് ഉള്ളത് കൊണ്ട് കേസെടുക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഭരണം നിങ്ങളുടെ അല്ലേ, എടുക്കാൻ പറയൂ, കേസെടുക്കാൻ പറയൂ. കേസെടുപ്പിക്കാൻ പറ്റുമെങ്കിൽ കേസെടുപ്പിക്കൂ. BJPയെ വെട്ടിലാക്കിയ കിറ്റ് വിവാദത്തിൽ കേസെടുക്കും. സന്തോഷായി, നല്ല സന്തോഷായി. നീ വാ. ദേവൻ വരുന്ന സമയം നോക്കി എത്തിയതുപോലെ ശോഭാ സുരേന്ദ്രന് പിന്നാലെ പാലക്കാട്ടും കോൺഗ്രസ് രഹസ്യ പോലീസുകാർ എത്തി. ഇവർക്ക് രഹസ്യ വിവരങ്ങൾ സ്വന്തം പാളയത്തിൽ നിന്ന് ചോർന്ന് കിട്ടുന്നതാണോ? മണലൂരിൽ കിറ്റാണെങ്കിൽ പാലക്കാട് പണം നൽകിയതാണ് വോട്ടിന് കോഴ വിവാദത്തിൽപ്പെട്ടത്. വയോധിക്ക് പണം നൽകിയ സ്ത്രീയെ തനിക്കറിയില്ലെന്ന് പറഞ്ഞ് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തടിയുരുകയും ചെയ്തു. BJPയെ വെട്ടിലാക്കി വോട്ടിന് കോഴ ആരോപണം ആളിക്കത്തിച്ച് UDF. എല്ലാവർക്കും എന്റെ വക ഒരു 100 രൂപ വെച്ച് കൊടുത്തേക്ക്. ആ വീട്ടിൽ പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുക്കുന്ന മോശം പൈസ കൊടുക്കുന്നില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോലെ. നിങ്ങൾക്കില്ല, എന്റെ മൊബൈൽ വലിച്ചിരുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ തേങ്ങയിലെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ എന്റെ മൊബൈലൊക്കെ എന്റെ മൊബൈലൊക്കെ ഈ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ അത്രയും ഉണ്ടയില്ലാവടികളാണ്.
ആ ഉണ്ടയില്ലാ വെടിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിജയം പാലക്കാട് ഉറപ്പായപ്പോൾ അത് സഹിക്കാൻ വയ്യാത്തവരാണ് ഇങ്ങനെ ഒരു കഥയുമായി പുറത്തു വന്നിട്ടുള്ളത്. അവരുടെ കൂടെ അവരുടെ വാഹനത്തിലിരുന്ന സ്ത്രീ പണം നൽകി, ആ പണം നൽകുന്നത് ഞങ്ങൾ കൈയോടെ ചിത്രീകരിച്ചു എന്നുള്ള കാര്യം അവരറിഞ്ഞതിന് ശേഷമാണ് അവരിങ്ങനെ ഞാൻ കാണാത്ത ഒരു സ്ത്രീ, എന്റെ കൂടെ യാത്ര ചെയ്യാത്ത ഒരു സ്ത്രീ. എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിക്കുന്ന രഹസ്യം പറയൂ. അത് കേട്ട് നിങ്ങൾ ആരും നെറ്റരുത്. ഈ നിൽക്കുന്ന പെണ്ണിനെ കണ്ടോ? കണ്ടു. സാറ് കണ്ടോ? എല്ലാരും കണ്ടോ? അതുപോരാ, സാറ് കണ്ടോ? കണ്ടെന്ന് പറഞ്ഞു. എന്നാ കേട്ടോ, ഇവിടെ ഇങ്ങനെ ഒരു പെണ്ണില്ല. അത് നിങ്ങളുടെയൊക്കെ തോന്നലാണ്. നെറ്റിയില്ലേ? എല്ലാവരും നെറ്റിയില്ലേ? അതുപോലെ തന്നെ അമ്മയെ കാണുന്നത് നിങ്ങൾ പിടിച്ചു. കാണുന്ന ആളുടെ മുഖം മാത്രമില്ല, ഒരു ക്രീം കളർ ചുരിദാർ നിങ്ങൾ പിടിച്ചു. അത് തലയിൽ മൂടിയിട്ട് ഇങ്ങോട്ട് നടന്നു പോകുന്ന ദൃശ്യം നിങ്ങളുടെ കയ്യിലുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ കാറിൽ രഹസ്യ ജീവിയായിട്ട് അവർ ഇരിക്കുന്നുണ്ട്, അവരുടെ മുഖമില്ല. പൊന്നോ, ഒടുക്കത്താ പിന്നെ അവർ കയറുന്നതില്ല. അല്ല, അവർ കയറുന്നതുമില്ല, അവർ ഇറങ്ങുന്നതുമില്ല കാറിൽ നിന്ന്. നിങ്ങൾ ഒരു ഇതെങ്ങനെ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നത് ഞാൻ കേരള രാഷ്ട്രീയത്തിൽ തെളിയിക്കും, ഒരു തർക്കവും വേണ്ട. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? ജനാധിപത്യ വ്യവസ്ഥയിൽ എങ്ങനെ അംഗീകരിക്കുക? പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും മോശമായ കാര്യമല്ല. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. ഇതോടെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.